ഞാനാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആദ്യം ഇവിടെ എത്തിയത്. അന്ന് ഈ നാട്ടിനെ കുറിച്ച് ആർക്കും അറിയാൻ വയ്യ. നമ്മുടെ നാട്ടിലും മനുഷ്യൻ ജീവിതം ഫേസ് ചെയ്യാനുള്ളവനാണല്ലോ. അപ്പോൾ ചെറിയ കാര്യം സൗകര്യങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആൾക്കാർ ജീവിക്കുന്നില്ലേ? ഇന്ന് കാണുന്ന ഈ എല്ലാ വലിയ ആൾക്കാരും നേരത്തെ വന്നിട്ടുള്ളവരൊക്കെ ഈ ചൂടും തണുപ്പും ഇതൊക്കെ അനുഭവിച്ചവരാണ്. സ്കൂൾ എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കച്ചവടച്ചരക്കല്ല. അന്ന് നമ്മുടെ എംബസി ഉള്ളത് ഒമാനിലേ ഉള്ളൂ. ഇവിടുന്ന് ഒമാനിലേക്ക് പാസ്പോർട്ട് അയച്ചാണ് റിന്യൂ ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വളരെ ഹാപ്പി ആയിട്ടാണ് ആ ജീവിതങ്ങൾ അന്ന് വന്നിരുന്നത്. നമസ്കാരം. മറക്കില്ല ഞാൻ ഈ പ്രവാസം. ഇന്ന് ദുബായ് എന്ന നഗരത്തെക്കുറിച്ച് അറിയാത്തവർ ലോകത്ത് ഏത് ഭാഗത്തും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ദുബായോ, അത് എവിടെ എന്ന് ചോദിച്ചൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് കേരള നാട്ടിൽ നിന്നും UAE-യിലെത്തി. അന്ന് UAE പോലും ഇല്ല, ദുബായിലെത്തി. ദുബായിയുടെ വളർച്ച കൺമുന്നിലൂടെ കണ്ട് ഈ കാലം അത്രയും ഇപ്പോഴും ദുബായിൽ വസിക്കുന്ന ഒരു മലയാളിയാണ് ശ്രീ ജമാലുദ്ദീൻ ഹാജി. അദ്ദേഹം ഒരിക്കലും മറക്കില്ല ഈ നീണ്ട കാലത്തെ പ്രവാസം. മറക്കില്ല ഞാൻ ഈ പ്രവാസം. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ഞാൻ ജമാലുദ്ദീൻ എന്നാണ് എൻ്റെ പേര്. അറിയപ്പെടുന്നത് ജമാലുദ്ദീൻ ഹാജി എന്നാണ്. കാര്യം 1967 ഞങ്ങൾ കുടുംബസഹിതം ഹജ്ജ് ചെയ്തു. ഞങ്ങൾ കാറിലാണ് ഇവിടുന്ന് പോയത്. അന്നൊന്നും കാറിലാരും സൗദിക്ക് പോവില്ല, നല്ല റോഡുകളില്ല, വഴിയിലൊന്നും ഹോട്ടലുകളില്ല. ആ സമയത്താണ് ഞാൻ കുടുംബവുമായിട്ട് പോയത്. റോഡിൽ പോലീസുകാർ നിൽക്കുമ്പോൾ അവർ ചോദിക്കും, ഈ ദുബായ് എന്ന് പറയുന്നത് എവിടെയാണ്, എന്തുവാണ്? അവർക്കാർക്കും അറിയില്ല എന്ന് ദുബായ്. അത് ഞാൻ പറഞ്ഞു, ദുബായ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, അവിടെയൊക്കെ കാര്യങ്ങളൊക്കെ വളരെ വേഗം പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് നിങ്ങൾ എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കും. ബ്രിട്ടീഷ് രാജ്ഞിയുടെ റെപ്രസെൻറ്റേറ്റീവാണ് ഇവിടുത്തെ ഇന്നത്തെ ഏറ്റവും വലിയ ബ്രിട്ടീഷ് എംബസിയിലെ ആൾക്കാർ. വിസയൊക്കെ കൊടുക്കുന്നതും പിന്നെ വിസ അടിക്കുന്നതും ഒക്കെ അവർ തന്നെയാണ്. ഞാൻ കൊല്ലകടവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കൊല്ലകടവ് എന്ന് പറയുന്നത് ചെങ്ങന്നൂരിനടുത്ത് മാവേലിക്കരയ്ക്കും ഇടയിലുള്ള സ്ഥലമാണ്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കൊല്ലകടവിലാണ്. എൻ്റെ ഫാദറിൻ്റെ പേര് നാവർക്കണ്ട് റാവുത്തർ എന്നാണ്. എൻ്റെ ഉമ്മ ഖദീജ ഉമ്മ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. വാപ്പ ശരിയായ രീതിയിൽ പറഞ്ഞ ഒരു കർഷകനാണ്. അതിലാണ് കൂടുതൽ സമയം എൻ്റെ ഓർമ്മയുള്ളപ്പം മുതൽ കണ്ടിരുന്നത്. പിന്നെ അതോടൊപ്പം മക്കളെ പഠിപ്പിക്കണമെന്നുള്ള വലിയ ഒരു കാഴ്ചപ്പാട് എൻ്റെ പിതാവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ജ്യേഷ്ഠനെയും എന്നെയും എൻ്റെ മൂത്ത പെങ്ങന്മാരെയും ഒക്കെ ഹൈസ്കൂളുകളിലൊക്കെ വിട്ട് പഠിപ്പിക്കാൻ കാരണമായത്. ആദ്യത്തെ വിദ്യാഭ്യാസം നടന്ന് ഞങ്ങളുടെ അവിടെ ഒരു പ്രൈമറി സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷന് കോടുകുളഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അവിടെ നിന്ന് പോയി. പിന്നെ മാവേലിക്കര ബീച്ച് സ്കൂളിൽ ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പാസ്സായി. പിന്നെ 1955 ഇൻ്റർമീഡിയറ്റിന് പന്തളം NS കോളേജിൽ ഞാൻ ചേർന്നു. 57 പാസ്സായി, നല്ല മാർക്കോട് കൂടി പാസ്സായി. അതിനുശേഷം BCom ആലപ്പുഴ SD കോളേജ് അവിടെ ചേർന്നു, BCom പാസ്സായി. 1960 ഞാൻ ബോംബെക്ക് വന്നു. കാരണം ബോംബെയിൽ ജോലി എടുക്കാം, വിദ്യാഭ്യാസവും ചെയ്യാം. അങ്ങനെ വന്ന് ഞാൻ പേ ആൻഡ് അക്കൗണ്ട്സ് എന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഡിറ്ററായിട്ട് ജോലി കിട്ടി. അവിടെ ഏതാണ്ട് ഒരു 1.5 വർഷം ജോലി ചെയ്തു. അപ്പോൾ എനിക്ക് എയർ ഇന്ത്യയിൽ നിന്ന് ഇൻ്റർവ്യൂ കിട്ടി. ഞാൻ ഈ എയർ ഇന്ത്യയിൽ ചേർന്നു. 64 ഒടുവിൽ വരെ ഞാൻ എയർ ഇന്ത്യ ജോലിയായിരുന്നു. അന്ന് നോ ഒബ്ജക്ഷൻസ് എന്നാണ് പറയുന്നത്, ലെറ്ററാണത്. ഇപ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ ഒക്കുള്ളൂ. ഇന്നത്തെ മാതിരി നേരത്തെ പാസ്പോർട്ട് കിട്ടില്ല. നിങ്ങൾ എന്തിനാണ് പോകുന്നത്, ഏത് ആവശ്യത്തിനാണ് എന്ന് ഇന്ത്യ ഗവൺമെൻറ് അറിഞ്ഞെങ്കിലേ അന്ന് പാസ്പോർട്ട് തരുള്ളൂ. അങ്ങനെ ആ ലെറ്റർ ഇതാക്കി ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. പാസ്പോർട്ട് കിട്ടി. ആദ്യം കിട്ടുന്നത് 1 വർഷത്തെ ആണ്, വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടാണ് കിട്ടിയത്.
തിരിച്ച് പോകുമ്പോൾ ബോംബെയിൽ അത് വാങ്ങിക്കും അവർ, സറണ്ടർ ചെയ്യണം. പിന്നെ തിരിച്ചു വരുമ്പം ഇവിടെ ജോലിയുള്ളതായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അത് തിരിച്ചു കിട്ടും. അപ്പം ഞാൻ സിറ്റി ബാങ്കിലായിരുന്നു ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ പോയി തിരിച്ചു വന്നപ്പോൾ ലെറ്റർ കാണിച്ചു, എനിക്ക് എൻട്രി ചെയ്യാനുള്ള ഇത് കിട്ടി. അവിടെ നിന്ന് 67 ഞാൻ ബാങ്ക് ഓഫ് മാൻ, ഇന്നത്തെ മഷീഖ് ബാങ്ക് തുറന്നു. അപ്പോൾ അവർക്ക് ബ്രിട്ടീഷ് സിലബസ് അറിയുന്ന, അമേരിക്കൻ സിലബസ് അറിയുന്ന ആൾക്കാരെ വേണമായിരുന്നു. അപ്പോൾ അവർ എന്നെ അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തെടുത്തു. ഞാൻ സൂപ്പർവൈസറായിട്ട് ജോയിൻ ചെയ്തു. 6 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഓഫീസറാക്കി. 25-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും മറ്റ് ബാങ്കുകളിൽ ഉള്ളപ്പോഴാണ് വെറും 4 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എന്നെ ഓഫീസറാക്കിയത്. അത് കഴിഞ്ഞ് എന്നെ അലയനിലേക്ക് വിട്ടു, സബ് മാനേജറാക്കിയിട്ട്. കാര്യം അവർക്ക് എന്നെ മാനേജറാക്കണമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായ കാര്യം, ഞാൻ ബാങ്കിങ്ങിനെ കുറിച്ച് കുറച്ച് വിവരമുണ്ടെന്നും അത് അവർക്ക് പ്രയോജനപ്പെടുത്താമെന്നും വിചാരിച്ചതുകൊണ്ട് അവരെന്നെ പ്രൊമോട്ട് ചെയ്തു. പ്രൊമോട്ട് ചെയ്യാനാണ് ആദ്യം എന്നെ സബ് മാനേജറായിട്ട് അലയിൽ വിട്ടു. അലയിൽ ഞാൻ 6 മാസം 8 മാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോയി. ഇവിടെ തിരിച്ചു വന്ന് തന്നെ അവർ മാനേജറാക്കി അപ്പോയിൻറ്റ് ചെയ്തു. ഫോർലാൻഡ്സ് ബ്രാഞ്ചിലേക്ക് എന്നെ മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു 5 വർഷത്തെ ആകെ എക്സ്പീരിയൻസ് ഉള്ളൂ ബാങ്കിങ്ങിൽ. പക്ഷേ ബാങ്കിങ്ങിനെ കുറിച്ച് കുറേയൊക്കെ എനിക്ക് നല്ല വിവരം ഉണ്ടായിരുന്നു. കപ്പലിലാണ് വന്നത്, സന്ധി എന്ന കപ്പലാണ്. അതിൻ്റെ ലാസ്റ്റ് വോയേജ് ആയിരുന്നു. ഇവിടെ കടലിൽ ഒരു ഏതാണ്ട് എനിക്ക് 1-2 കിലോമീറ്ററെങ്കിലും ദൂരം ആണ്. അവിടെയാണ് കപ്പൽ നങ്കൂരം ഇട്ടത്. അവിടെ നിന്ന് ഈ ലാഡർ വെച്ചിട്ടാണ് താഴോട്ട് ഇറങ്ങി വരുന്നത്. അത് വന്നാൽ അപ്പോൾ ഈ എമിഗ്രേഷൻ വർക്കൊക്കെ കപ്പലിനകത്താണ്. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് വരും, അവരായിരുന്നല്ല പരിചയം തന്നു. അങ്ങനെ അവിടെ വിസയൊക്കെ അടിച്ചു ഇറാക്കി. അതിന് അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജോലിയായി സിറ്റി ബാങ്കിൽ. എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാര്യം കപ്പലിങ്ങനെ ഒരേ ഇതിൽ പോകുമ്പോഴും ഞാൻ വെളിയിൽ നിന്ന് കാണുമായിരുന്നു. പിന്നെ ഒരുപാട് പേർക്ക് എൻ്റെ കൂടെ അന്ന് വന്ന പലർക്കും പിന്നെ ശബ്ദലും അത് ഇതൊക്കെ ഉണ്ടായി. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഈ കിടക്കയൊക്കെ ഉള്ള പിന്നെ കപ്പലാണത്. സുഖമായിട്ട് നമ്മുടെ വീട്ടിൽ കിടക്ക മാതിരി അതിലൊക്കെ കിടന്ന് ഉറങ്ങി വരാം. അന്നൊക്കെ ആൾക്കാർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ പിന്നെ ഈ ബെഡുകളൊക്കെ കരിയും. അവിടെ താഴെ കിടക്കണമല്ലോ കപ്പലിൽ. ഈ കപ്പലിന് മാത്രമേ ഉള്ളൂ മറ്റേ ഇതുള്ള സവിശേഷത. അപ്പോൾ എല്ലാ ആൾക്കാരും വലിയ ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അതിൽ നമ്മുടെ കൂടെ വന്ന് ഇവിടെ ഇറങ്ങുമ്പോൾ അയാൾ എനിക്ക് തോന്നുന്നത് ആയിരുന്നു ഈ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. അയാൾ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അയാളുടെ ഇത് വെള്ളത്തിൽ പോയി അതെല്ലാം. അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കും ആ യാത്രയൊക്കെ. കാര്യം അതൊക്കെ ഒരു ശരിയായ രീതിയിൽ ഒരു അഡ്വഞ്ചറസ് ജേണി ആയിരുന്നു. മനുഷ്യൻ അഡ്വഞ്ചറസ് ആയിട്ട് ജീവിച്ചില്ലെങ്കിൽ പിന്നെ വെറും വന്നു തിന്നു പോയി ഇതായാൽ കാര്യമില്ലല്ലോ. ഞാനെപ്പോഴും ആൾക്കാരോട് ഉപദേശിക്കുന്ന എന്താണ് നമ്മളെപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പുതിയ ഇടങ്ങൾ തേടാനും അതനുസരിച്ച് നമ്മൾ ജീവിക്കാനും മറ്റുള്ളവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാനും. ഞാനാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആദ്യം ഇവിടെ എത്തിയത്. അന്ന് ഈ നാട്ടിനെ കുറിച്ച് ആർക്കും അറിയാൻ വയ്യ. നമ്മുടെ നാട്ടിലും പലരും എന്നോട് വന്ന് ചോദിച്ചത് എവിടെയാ, പേർഷ്യയിലാണോ? ഞാൻ പറഞ്ഞു പേർഷ്യയല്ല, ഞാൻ ജോലി ചെയ്യുന്നത് ദുബൈ എന്ന് പറഞ്ഞ സ്ഥലമാണ്, അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്കാർക്കും അറിയില്ല ദുബൈയെക്കുറിച്ച്. അന്ന് ഞാൻ പറഞ്ഞു നിങ്ങളൊരു സമയത്ത് ദുബൈ എന്താണെന്ന് അറിഞ്ഞോളൂ. കാര്യം അന്ന് ഷെയ്ഖ് റാഷിദാണ് ഇവിടെ ഭരിക്കുന്നത്, ഇവിടുത്തെ റൂളർ. ആ ഷെയ്ഖ് റാഷിദിനെ പോലെ ഒരു ഇത്രയും ഗ്രാൻഡ് വിഷൻ ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയെ അന്ന് എനിക്ക് എങ്ങും കാണാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണക്കാരോട് അടുപ്പം, സാധാരണക്കാരോട് വർത്തമാനം പറയും, സാധാരണക്കാരെ മീറ്റ് ചെയ്യുന്ന ഒരു പ്രയാസമില്ലാത്ത മഹാനായ മനുഷ്യൻ. ഒന്നുമില്ലാതിരുന്ന സമയത്ത് പിന്നെ ഇവിടുത്തെ നാടിന് പ്രോഗ്രസ്സിന് വേണ്ടി പല കാര്യങ്ങളും അന്ന് ചെയ്തത്. ഞാൻ വരുന്നതിന് 1 മാസം മുമ്പാണ് ഇവിടെ ഇന്ത്യൻ റുപ്പീസാണ് നടന്നിരുന്നത്. ഇന്ത്യൻ രൂപ അത് ചുമന്ന നോട്ടായിരുന്നു. അത് ഞാൻ വരുന്ന 1 മാസം മുമ്പ് ഇവിടുന്ന് പിൻവലിച്ചു. മൊറാർജി ദേശായി ഫൈനാൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പം. അതിനുശേഷം വന്നത് തൽക്കാലത്തേക്ക് സൗദി റിയാൽ വന്നു. സൗദി റിയാൽ കഴിഞ്ഞ് ഖത്തർ റിയാൽ വന്നു. QDR ഖത്തറും ദുബൈയും ചേർന്ന ഇത്.
അതിനിടയ്ക്ക് വേറൊരു കറൻസി കൂടെ വന്നു. അതിൻ്റെ നല്ല ഓർമ്മയില്ല അത് കറൻസിയാണ്. അത് കഴിഞ്ഞാണ് ഇപ്പോൾ പിന്നെ ദ്രഹം വന്നത്. ഞാൻ എയർ ഇന്ത്യ ജോലി ചെയ്യുമ്പോൾ ഈ ഫ്ലൈറ്റ് പേഴ്സൺസ് ഒക്കെ അതിലൊക്കെ വരും. ഞാൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ദുബൈക്ക് പോകാമെന്ന്. എന്നോട് അന്ന് പറഞ്ഞു, നീ എവിടെ കിടന്ന് മരിച്ചു പോകും, അവിടെ വെള്ളം കിട്ടൂല, അവിടെ AC ഇല്ല, നീ എങ്ങനെ, ചൂടാണ്. ഞാൻ പറഞ്ഞു ഇരിക്കട്ടെ, അതൊക്കെ ഇരിക്കട്ടെ, അവിടെയും മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊരാൾ നമ്മളും. പിന്നെ അതുകൂടാതെ എൻ്റെ ഒരളിയൻ, എൻ്റെ പെങ്ങളെ കെട്ടിയ, മൂത്ത പെങ്ങളെ കെട്ടിയ അയാൾ സൗദി അറേബ്യയിലുണ്ടായിരുന്നു, ആരംകോയിൽ. എനിക്കന്ന് 10 വയസ്സോ 12 വയസ്സോ പ്രായമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ എനിക്കുണ്ട്. സൗദി അറേബ്യക്ക് പോകണം. അത് ദുബൈയെക്കുറിച്ച് അന്ന് അറിഞ്ഞിരുന്നില്ല. പിന്നെ ദുബൈയെക്കുറിച്ച് ഞാൻ ബോംബെ വന്ന ശേഷമാണ് ദുബൈയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ദുബൈ ഇങ്ങനെ സ്ഥലമുണ്ട്. അങ്ങനെ ഇവിടെ എത്തി. മനുഷ്യൻ ജീവിതം ഫേസ് ചെയ്യാനുള്ളവനാണല്ലോ. അപ്പോൾ ചെറിയ കാര്യം സൗകര്യങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആൾക്കാർ ജീവിക്കുന്നില്ലേ. ഒരാളും അങ്ങനെ തന്നെ, അവരിൽ ഒരാൾ നമ്മൾ തന്നെ. അപ്പോൾ നമുക്കെന്താ അതിന് വിഷമിക്കാൻ? ഇപ്പോൾ എന്ത് വന്നാലും എന്ത് കിട്ടിയാലും എല്ലാവരും ഒരുപോലെ അല്ലേ. സിറ്റി ബാങ്കിൽ ഇരിക്കുമ്പോൾ തന്നെ കല്യാണം കഴിച്ചു. എൻ്റെ മൂത്ത മകൻ ഡോക്ടർ സലീം, അയാൾക്ക് 4 മാസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ അവരെ ഇവിടെ അവരുമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ AC ഇല്ല. ഇയാൾ വളരെ കൊച്ചു പയ്യനാണല്ലോ. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് ബാങ്കിലെ ഒരു 10-25 മലയാളികളുണ്ടായിരുന്നു, ഓഫീസർമാരും ക്ലാർക്കുകളും ഒക്കെ ആയിട്ട്. അവരെല്ലാം കൂടെ കുറേ AC ഓർഡർ ചെയ്തു. വെസ്റ്റിംഗ് ഹൗസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ ഒരെണ്ണം ഞാനും ഓർഡർ ചെയ്തു. അങ്ങനെ ഇവരൊന്നും ആ ചൂടും ഇതൊന്നും ഒരുപാട് അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അനുഭവിച്ചു. ഞാൻ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കിടന്നാണ് ഉറങ്ങിയിരുന്നത്. ഞാനല്ല, ഇന്ന് കാണുന്ന ഈ എല്ലാ വലിയ ആൾക്കാരും നേരത്തെ വന്നിട്ടുള്ളവരൊക്കെ ഈ ചൂടും തണുപ്പും ഇതൊക്കെ അനുഭവിച്ചവരാണ്. അവരൊക്കെ പക്ഷേ മറന്നു കാണും. ഞാൻ മറക്കില്ല. കാര്യം ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതും സംഭവിക്കേണ്ടതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. എവിടെയായാലും ചെയ്യും. നമ്മുടെ നാട്ടിൽ മഴയില്ലേ, മഴ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളില്ലേ. അതുകൊണ്ട് എനിക്ക് ഒരു വലിയ പ്രയാസമായിട്ടോ ഇതായിട്ടോ എനിക്ക് തോന്നിയില്ല. ഏത് കാലാവസ്ഥയിലും ഞാൻ ജീവിക്കും. ചൂടിലും ജീവിക്കും, തണുപ്പിലും ജീവിക്കും. അങ്ങനെയൊക്കെ എല്ലാം കടന്നു പോകും. പഠിക്കുന്ന കാലം മുതലേ സോഷ്യൽ വർക്കറാണ്. മറ്റുള്ളവർക്ക് എന്താ എന്നെക്കൊണ്ട് ചെയ്യാനൊക്കും എന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ പിന്നെ ബാങ്ക് ഓഫ് ഒമാനിൽ നിന്ന് റിസൈൻ ചെയ്ത് പുറത്ത് വന്നപ്പം എനിക്ക് പല ഓഫറുകളും, വലിയ ഓഫറുകളും വന്നു. കുവൈറ്റിൽ പോകാനും എക്സ്ചേഞ്ച് ഹൗസ് ഉണ്ടാക്കാനും വലിയ സാലറിയിൽ, വലിയ ശമ്പളത്തിൽ ഉള്ള ജോലി ഓഫർ വന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ദിവസം എൻ്റെ തിങ്കിങ് അതാണ്, ഒരു ദിവസം ഏതായാലും ഈ ലോകത്ത് നമ്മൾ പോവും. ഇങ്ങോട്ട് വന്നപ്പോഴേ എല്ലാം എഴുതി റെഡിയാക്കിയിട്ടാണ് വരുന്നത്. എപ്പോഴാണ് തിരിച്ചു പോകുന്നത്, എവിടെ വെച്ചാണ്, ഏത് സമയത്താണ്, എങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, അത് സംഭവിക്കും. അപ്പം നമ്മൾ അങ്ങനെ മരിക്കും എന്ന തീരുമാനമുള്ള മനസ്സിലാക്കുന്ന ആൾ നാളത്തേക്ക് വേണ്ടി പോകുന്ന നാട്ടിലേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പം അതിന് ഏറ്റവും നല്ല പണി, നല്ല മാർഗം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക, ചെയ്യാവുന്ന രീതിയിൽ ഉപകാരം ചെയ്യുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക, കള്ളം പറയാതിരിക്കുക, ആരുടെയും ഒന്നും നമ്മുടെ അല്ലാത്ത ഒന്നിനെക്കുറിച്ചും ആഗ്രഹിക്കാണ്ടിരിക്കുക. പിന്നെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാകാതിരിക്കുക. ജീവിതത്തിൽ എന്താണ് സമാധാനം വരണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഇഫ് വാണ്ട്സ് ആർ ലിമിറ്റഡ് യു വിൽ ബി മോർ ഹാപ്പി. അത് നമ്മുടെ ആവശ്യങ്ങൾ കുറവാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷമായിരിക്കും. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. 1984 സ്കൂൾ തുടങ്ങിയത്. റാഷിദിയയിലായിരുന്നു സ്കൂൾ തുടങ്ങിയത്. കുട്ടികൾ കൂടിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ സ്ഥലമില്ല ഇതാക്കാൻ. അന്നാണ് നമുക്ക് ലാൻഡ് കിട്ടി. ഇവിടെ ലോക്കൽ ആളിനെ കൂടെ ചേർത്ത്, കാര്യം നമ്മുടെ കയ്യിലൊന്നും കാശില്ല സ്കൂൾ ബിൽഡിങ് വെക്കാൻ. കാര്യം നമ്മൾ നേർവഴിയിൽ പോകുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് കാശുണ്ടാക്കാൻ ഒക്കില്ലല്ലോ, അത് വേണ്ടാതെ. അങ്ങനെ ഒരാളെ കൂടെ ചേർത്ത്, ലോക്കൽ ചേർത്ത് ആണ് സ്കൂൾ ബിൽഡിങ് ഇത് വെച്ചത്. ഈ സമയം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, അവരെ ഞാൻ അറിയുന്നതായിരുന്നു നേരത്തെ തന്നെ. എന്നോട് പറഞ്ഞു, ഇപ്പോൾ എത്ര ശതമാനം വേണേലും കൂട്ടിക്കോ, ഈവൻ 100% യു ക്യാൻ ഇൻക്രീസ്,
കൂട്ടാം. അത് അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, എ മാൻ ഹു ഈസ് ഹാവിങ് 3 children or 4 children and his salary is only 2,500 or 3,000, how he educated his children? അപ്പോൾ എന്നോട് പറഞ്ഞു, യു വിൽ റിപ്പൻറ്റ് വൺ ഡേ. അപ്പം അതിന് മറുപടി ഞാൻ പറഞ്ഞു, അത് അന്നേരം നോക്കാം, ഇപ്പം ഈ സ്ഥിതിക്ക് എനിക്ക് കൂട്ടാൻ ആഗ്രഹമില്ല. കാര്യം നമ്മുടെ ഉദ്ദേശം കാശ് ഒരുപാട് ഉണ്ടാക്കലല്ല. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും മറ്റുള്ളവരെ ഉപദേശിക്കുന്നതും അതാണ്. സ്കൂളെന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കച്ചവടച്ചരക്കല്ല. കാര്യം കച്ചവടത്തിന് ചെയ്യണമെങ്കിൽ കാശുണ്ടാക്കണമെങ്കിൽ വേറെ എത്രയോ ബിസിനസ് ഉണ്ട്, ഇഷ്ടമായ ബിസിനസ്സുകളുണ്ടല്ലോ, അതുകൊണ്ട് കാശുണ്ടാക്കാമല്ലോ. പക്ഷെ സ്കൂളിൽ നിന്ന് അങ്ങനെ ഒരു വലിയ വരുമാനമല്ല വേണ്ടത്. കാര്യം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാനൊക്കും അത് കൊടുക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാനൊക്കും നമ്മളെ കൊണ്ട്. കാര്യം ഇതൊരു വലിയ ഫീൽഡാണ്. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഇവരെല്ലാം നമ്മുടെ നാടുകളെ സേവിക്കേണ്ടവരാണ്. അവരെ കാശില്ല, ഫീസില്ല എന്ന് വിചാരിച്ച് കുറഞ്ഞ വരുമാനമുള്ള ഒരാൾ കുട്ടികളെ പഠിപ്പിക്കാണ്ടിരിക്കരുത്. കാര്യം അവർക്കും മറ്റുള്ളവരെ പോലെ ഉള്ള അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട്. ചിലർക്ക് സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടാവും, ചിലർക്ക് പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ വെച്ചത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പഠിക്കാം, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം. അത് നമ്മുടെ ലക്ഷ്യമാണ്, അതാണ് നമ്മുടെ എയിം. അല്ലാതെ നമ്മൾ എന്തിവിടെ വലിച്ചു കൂട്ടിയിട്ടും നമുക്ക് അത് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ ഒക്കില്ലല്ലോ. ഞാൻ എൻ്റെ മക്കളോടും ബാക്കിയുള്ളവരോടും ഒക്കെ പറയുന്നതാണ്, എല്ലാം ഇവിടെ ഇട്ടിട്ടേ പോവുള്ളൂ. അപ്പോൾ അതിനെന്തിനാ നമ്മളിങ്ങനെ അവിടെ ഇവിടെ ഇതാക്കാൻ നമ്മുടെ എല്ലാ പ്രിൻസിപ്പിളും മാറ്റി വെച്ചിട്ട് അത് ചെയ്യുന്നത്? ഞാൻ ആൾക്കാരോട് പറയുന്ന പോലെ, എ മാൻ വിത്തൗട്ട് പ്രിൻസിപ്പിൾ ഈസ് എ ഷിപ്പ് വിത്തൗട്ട് എ ക്യാപ്റ്റൻ. അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. ഇപ്പം ക്രസൻ്റ് എന്ന അത് ഉതിപ്പാണ്. അത് ആ ഉതിപ്പെന്ന് പറയുന്നത് എല്ലാ രീതിയിലുള്ള ഉതിപ്പുകളെയും സൂചിപ്പിക്കുന്നതാണ്. അത് കുറേശ്ശെ വലുതായി 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 വലിയ മൂണാകുകയാണ്. നമ്മുടെ വാക്യം തന്നെ ജോയിൻ ആസ് ക്രസൻറ്റ് ആൻഡ് ലീവ് ഈവ് ആസ് ഫുൾ മൂൺ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ കേസ്. എന്നെ സംബന്ധിച്ച് എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ടായി, ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റി. ജോലി ചെയ്യുന്നപ്പോഴും സഹായിക്കേണ്ട ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റി. പിന്നെ ബാക്കി സ്കൂൾ ലെവലിലും നമുക്ക് പലരെയും പല രീതിയിലും സഹായിക്കാൻ പറ്റിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ മലയാളത്തിൽ പറഞ്ഞ ഒരു ആർത്തിയില്ല. ഇതെല്ലാം വലിച്ചു കൂട്ടണം, വാരി കൂട്ടണം, കൂടെ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒക്കുമായിരുന്നെങ്കിൽ ഞാനും വാരി വലിച്ചു കൂട്ടിയത്. അതൊക്കില്ലല്ലോ ഏതായാലും. അപ്പം എൻ്റെ ജീവിതം സമാധാനം, സന്തോഷം, സംതൃപ്തി, ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിനെ മാറ്റുകൂട്ടുന്ന കാര്യം. നമുക്കിവിടെ ജീവിക്കാനും നമുക്ക് ജോലിയെടുക്കാനും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഒരു അവസരം തന്ന ഈ നാട്ടിലെ ഭരണാധികാരികളെ കുറിച്ചായിരിക്കും ഞാൻ ഏറ്റവും ചിന്തിക്കുന്നത്. കാര്യം ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സൗകര്യം കൊടുക്കില്ലല്ലോ. ഇവിടെ നമുക്ക് ഏത് നല്ല രീതിയിൽ ഏത് ജോലി ചെയ്തും സന്തോഷമായും സമാധാനമായും ജീവിക്കാൻ ഈ ഒരു അറ്റ്മോസ്ഫിയർ ലോകത്തിൻ്റെ ഒരു ഭാഗത്തും കിട്ടില്ല. അതാണ് എൻ്റെ മെമ്മർ. അതാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളിൽ ഏറ്റവും വലിയ അനുഭവം. ഇവിടുന്ന് പോയ കുട്ടികളൊക്കെ പഴയ എന്നെ വെളിയിൽ കാണുമ്പോൾ അവരൊക്കെ വലിയ വലിയ നിലകളാണ്. എയർപോർട്ടിലും അവിടെ മറ്റു ഭാഗത്ത് കാണുമ്പം അവരുടെ സ്നേഹവും അവരുടെ നമ്മളോടുള്ള പെരുമാറ്റവും കാണുമ്പോൾ, സാറേ എന്നെ അറിയില്ലായിരിക്കും, ഞാൻ സാറിൻ്റെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്, ഞാൻ ഇന്നാരാണ്. അങ്ങനെയുള്ള ആ ഒരു വലിയ എന്താ പറയുന്നത് സന്തോഷം കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊരു വലിയ ലൈൻ തന്നെയാണ് ഉദ്ദേശിച്ച മാതിരി നമുക്കതിൻ്റെ പ്രയോജനം ഇവിടെ തന്നെ കിട്ടും. മക്കളിൽ 4 പേരെ ഞാൻ ഡോക്ടേഴ്സ് ആക്കി. ഞാൻ ആക്കിയതല്ല, ആയിത്തീർന്നു. ദൈവം ചെയ്ത കാര്യങ്ങളാണ്. അല്ല, എനിക്ക് ചെയ്യാനുള്ള ശക്തിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. പിന്നെ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി വീട് വെച്ചു കൊടുത്തു. പിന്നെ കുറേ ആൾക്കാരെ സഹായിക്കാൻ പറ്റി, പല രീതിയിലും പലരെയും സഹായിക്കാൻ പറ്റി.
എനിക്കതാണ് ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ സന്തോഷമായ കാര്യം കൊണ്ട്. ആൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്താൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. വന്ന വഴികളൊന്നും ഞാൻ മറക്കില്ല. ഞാൻ ആൾക്കാരോട് പറയുമ്പോൾ ഒരിക്കലും മറക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും തിരിച്ചു കൊടുക്കാനൊക്കില്ല. ആ ഒബ്ലിഗേഷൻ നമ്മുടെ ജീവിതം വരെ ഉണ്ടാകും. ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന മാതിരി ഒരിക്കലും നിങ്ങളവരെ മറക്കരുത്. കാരണം ആ തക്ക സമയത്ത് അവരത് ചെയ്തത് കൊണ്ടാണ് അത് കാര്യം. ഉദാഹരണത്തിന് കുറേ കാശ് നമ്മൾ കടം വാങ്ങിയെന്നിരിക്കട്ടെ, ആ കാശ് കൊടുത്താലും അതിൻ്റെ ഒബ്ലിഗേഷൻ ഒരിക്കലും മാറില്ല. ആ സമയത്ത് കിട്ടിയല്ലോ, അത് തന്നുകൊണ്ടാണല്ലോ കാര്യം ഇതായത്. അപ്പോൾ എനിക്ക് വിസ തന്നു, എനിക്ക് ജോലി വാങ്ങിച്ചു തന്നു, അവരെയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുകയും ഞാനിപ്പോൾ അടുത്ത സമയത്ത് ഉംറയ്ക്ക് പോയി 2-3 മാസം മുമ്പ്. അവിടെ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ആളാണ് ഞാൻ. മനസ്സിൽ വിചാരിച്ചിട്ട് കാര്യം അവരത് ചെയ്തല്ലോ, അപ്പോൾ അവർക്കും അവരുടെ കുടുംബാദികൾക്കും അവരുടെ മക്കൾക്കും എല്ലാവർക്കും നന്മ വരണേ എന്ന് ഞാൻ അവിടെ നിന്ന് പോലും പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. മൂത്ത ജ്യേഷ്ഠൻ എന്നോട് ബോംബെയിലുള്ളപ്പോൾ പറഞ്ഞു, പിന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഓഹരി വെപ്പിക്കണം, നീ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. നമ്മൾ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. എന്ത് വേണമെന്ന് വെച്ചാൽ അത് പറ, അത് അവരെ കൊണ്ട് ചെയ്യിക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ ഫാദറിനൊരു കത്തയച്ചു. മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. എന്നെ ഇവിടം വരെ എത്തിച്ചതും അദ്ദേഹമാണ്. ആ മനുഷ്യൻ എന്ത് ചോദിക്കുന്നു അത് കൊടുത്തേക്കുക. എൻ്റെ ഓഹരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേരാണ്, എൻ്റെ ഫാദറും മദറും. നിങ്ങൾ എൻ്റെ ഓഹരി, എൻ്റെ ഓഹരിയാണ്. ബാക്കിയൊക്കെ കൊടുത്തേക്കാം. ഞാൻ എൻ്റെ ഫാദർ മരിക്കുന്ന വരെ ആ കത്ത് മൂപ്പരുടെ തലയുടെ കീഴിലുണ്ടായിരുന്നു. എനിക്കറിയാം ലോകത്ത് ഒരു മക്കൾ, അപ്പം അതൊക്കെ എഴുതി ജീവിതം കാണാഞ്ഞിട്ടാണ് അതാണോ എന്ന് പറഞ്ഞുകൂടാ. അല്ല, ഞാൻ പറഞ്ഞു എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതൊന്നുമില്ലാത്തത് ജീവിക്കുന്നുണ്ട്. ഏതെല്ലാം രാജ്യങ്ങൾ ജീവിക്കുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരം കിട്ടാൻ പോലും വഴിയില്ലാത്ത ആൾക്കാർ ജീവിക്കുന്നില്ലേ? നിങ്ങൾ ഒന്നും ഇതാകണ്ട, ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരു മക്കളും അങ്ങനെ മാതാപിതാക്കൾക്ക് കത്തെഴുതുവന്നു. നിങ്ങൾ 2 പേരും എൻ്റെ ഓഹരിയാണ് നിങ്ങൾ എഴുതി. അതാണ് ഏറ്റവും മെമ്മറബിളായ കത്ത്. പെരുന്നാൾ വരുമ്പോഴും മറ്റുള്ള ദിവസങ്ങളിലൊക്കെ പോയി സന്തോഷിക്കാൻ അത് കുറച്ച് ദൂരെ പോവും. അതൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളില്ല. പിന്നെ ഞാൻ കുറേ വർഷം മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് സന്തോഷത്തിൽ നിന്ന് കുറച്ച് അകൽന്നാണ്. എൻ്റെ ജീവിതം കുറച്ചൊരു വേറൊരു ലൈനിലാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബന്ധപ്പാടും കാര്യങ്ങളും ഒന്നും എന്നെ ഫീൽ ചെയ്യും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്യാനുള്ളതാണ്. അല്ലെങ്കിൽ മൃഗങ്ങളും ജീവിക്കുന്നില്ലയോ, അവരും കുട്ടികളെ പരിപാലിക്കുന്നില്ലേ? പിന്നെ നമ്മൾ മനുഷ്യരും മൃഗങ്ങളായിട്ടുള്ള വ്യത്യാസം എന്തോ? ആ വ്യത്യാസം എന്ന് പറയുന്നത് സൃഷ്ടങ്ങളെ സ്നേഹിക്കുക, ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ ഉപകാരങ്ങളും ചെയ്യുക. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സോഷ്യൽ സർവീസാണ്. എവിടെ ഏതിന് ചാൻസ് കിട്ടും അത് ചെയ്യും. അതായത് ഇവിടെ ഇന്ത്യൻ റിലീഫ് കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അത് ഈ ലാഞ്ച് വന്ന ഒരു ലാഞ്ച് മുങ്ങി കോർഫക്കാൻ തീരത്ത് അതിൽ കുറേ പേര് മരിക്കുകയും ചെയ്തു. അതിനുശേഷം ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷനാണ്. കാര്യം അതിൽ ജീവിച്ചിരിക്കുന്നവർക്ക് പാസ്പോർട്ട് ഉണ്ടാക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടാക്കിയ സ്ഥാപനമാണ്. ആ സ്ഥാപനമാണ് അത്. ഞാൻ അതിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. അത് ഉണ്ടാക്കി കുറച്ച് നാൾ കഴിഞ്ഞാണ്. ആദ്യകാലങ്ങളിലൊന്നും ഞാനില്ലല്ലോ, ഞാൻ ഇല്ലാത്തപ്പോൾ മുമ്പ് തന്നെ തുടങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കോൺസുലർ സർവീസ് ഒന്നുമില്ല. എൻ്റെ പാസ്പോർട്ട് ഉൾപ്പെടെ ഒമാനിലായിട്ടാണ് റിന്യൂ ചെയ്തിരുന്നത്. അന്ന് നമ്മുടെ എംബസി ഉള്ളത് ഒമാനിലേ ഉള്ളൂ. ഇവിടുന്ന് ഒമാനിലേക്ക് പാസ്പോർട്ട് അയച്ചാണ് റിന്യൂ ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കൗൺസിലർ സർവീസിന് മുൻകൈ എടുത്തത് ഞങ്ങളാണ്, ഈ ഓർഗനൈസേഷനാണ്. അങ്ങനെ വന്നാണ് ഇവിടെ ഈ സർവീസ് ഉണ്ടാക്കിയത്. അതുപോലെ കേരളത്തിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലായിരുന്നു.
അതും ഞങ്ങൾ 4 പേരാണ് ഈ ഡയറക്റ്റ് ഫ്ലൈറ്റിന് വേണ്ടി പരിശ്രമിച്ചതും. എയർ ഇന്ത്യയിലെ ഒരു കൊമേഴ്സ്യൽ മാനേജർ ഉണ്ടായിരുന്നു, വിജയൻ, സർ വിജയൻ. പിന്നെ വേറെ രണ്ട് പേരുണ്ടായിരുന്നു, എനിക്ക് പേര് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ 4 പേര് കൂടിയാണ് ഈ കേരളത്തിലേക്കുള്ള സർവീസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇവരെ വരുത്തിയതും. ആദ്യമൊക്കെ ഇവിടെ വന്നിട്ട് ഇത് സ്കോപ്പില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിട്ടു. കാര്യം സ്കോപ്പ് കേരളത്തിൽ വന്നാൽ ബോംബെയുടെ ആധിപത്യം നിൽക്കുമല്ലോ. പിന്നെ ഈ മലയാളികളാണല്ലോ കൂടുതൽ ആൾക്കാരും. അവിടെ ഇറങ്ങുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ ഒക്കുമല്ലോ. ഇത് കേരളത്തിലായാൽ പിന്നെ അവർക്ക് ആ സോഴ്സ് പോയല്ലോ. അതുകൊണ്ട് അത് ചെയ്യാണ്ടിരിക്കാനൊക്കെ നോക്കി. പക്ഷേ ഞങ്ങൾ അതിൻ്റെ പുറകെ നിന്നു. അങ്ങനെയാണ് ഈ കേരളത്തിലേക്കുള്ള വിമാന സർവീസ് ആയത്. അല്ല, ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ ആൾക്കാരുടെ ചിന്തയാണല്ലോ. ഇവരെ ചിന്തിപ്പിക്കുന്നതും മനസ്സിലാക്കുന്നതും ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുന്നതും ഒക്കെ ചിന്ത കൊണ്ടാണ്. ചിന്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. അല്ലാതെ അത് എഴുത്തുകാർക്ക് ചിന്തിക്കണമെങ്കിൽ എഴുതണമെങ്കിൽ അങ്ങനെ അത് മുകളിൽ നിന്നുള്ള ദാനമാണ്. ചിന്തിക്കൽ അവർക്കല്ലേ എഴുതാൻ ഒക്കുള്ളൂ, ചിന്തിക്കുന്നവർക്കല്ലേ എഴുതാൻ ഒക്കുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും താഴേക്കടയിലുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിക്കും. കാര്യം നമ്മൾ താഴേക്കടയുള്ളവരാണ്. പിന്നെ നമ്മൾ എന്തായാലും പോകുമ്പോൾ ഒന്നുമില്ലാത്തവരായിട്ട് പോകേണ്ടവരുമാണ്. അപ്പോൾ പിന്നെ ഒരുപാട് വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് സമാധാനവും സന്തോഷവും എപ്പോഴും നമ്മൾക്ക് എന്തു ചെയ്യാനൊക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ജീവിതത്തിൽ എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്. വളരെ ഹാപ്പി ആയിട്ടാണ് ആ ജീവിതങ്ങൾ അന്ന് വന്നിരുന്നത്. കാര്യം ഇത്രയും ദൂരം നടന്നാണ് വന്നിരുന്നെങ്കിലും ആ വന്നതുകൊണ്ടല്ലേ വിദ്യാഭ്യാസം കിട്ടാനും ആ വിദ്യാഭ്യാസം നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി ഉപകരിക്കാനും സാധിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. 1, 2, 3, 4 ഒന്നല്ല, ഒരുപാട് ഓർമ്മകളുണ്ട്. ബികോൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു സാഹിത്യകാരനുണ്ടായിരുന്നു, കാവാലം ഗോവിന്ദൻകുട്ടി നായർ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ എന്നെ അവിടെ ഒരു അമ്പലത്തിലെ ഇതിന് നിർബന്ധമായിട്ട് വിളിച്ചുകൊണ്ട്, പിറ്റേ ദിവസം എക്സാമിനേഷനാണ്, ഇയാൾ എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു, നാളെ എക്സാമിനേഷനാണ്, നമ്മൾ പഠിക്കാൻ നോക്ക്, അത് സാരമില്ല, വരാൻ പറഞ്ഞു. ഞാൻ രണ്ടും കൂടെ പോയി എന്നിരുന്ന ഞാൻ എഴുതി, ഞാൻ പാസ്സായി, സാഹിത്യകാരൻ തോറ്റുപോയി. കാര്യം ഞാൻ നേരത്തെ പഠിക്കുന്നതിലാണ്, അപ്പോഴൊന്നും ഇതേക്ക് ഒക്കില്ല. അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളുണ്ട് കോളേജുകളിലെയും. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എന്നെ സംബന്ധിച്ച് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു വീട്ടിൽ. കാര്യം ഞാൻ 6 മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല. അങ്ങനത്തെ ഒരുപാട് എക്സെപ്ഷൻസ്. ഒരിക്കൽ 5th പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ, ഞാൻ 3-4 കൂട്ടുകാരുമായിട്ട് വന്ന ഇതിൽ സിഗരറ്റ് ഞാനും അന്ന് ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു 2 പുകയോ 3 പുകയോ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു കൂട്ടം പെൺകുട്ടികൾ, എൻ്റെ പ്രായക്കാർ, എന്നേക്കാൾ കുറച്ച് പ്രായമുള്ളവരൊക്കെ കടന്നുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വീട്ടിൽ ന്യൂസ് എത്തും. ഞാൻ വീട്ടിലെത്തി, എന്നെ ഒരു വലിയ വടിയുമായിട്ടാണ് കാത്തു നിന്നത്. ഇതെന്നോട് പറഞ്ഞത്, ഇന്ന് നീ സിഗരറ്റ് വലിക്കും, നാളെ നീ ചീട്ട് കളിക്കും, മറ്റന്നാൾ നീ കള്ളു കുടിക്കും. ഇത് കള്ളു കുടിക്കാൻ കാശില്ലാതെ വന്നാൽ മോഷണം നടത്തും, മോഷണം നടത്തി മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കും, എന്നിട്ട് നിന്നെ പോലീസ് പിടിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കൂടെ കൊണ്ടുപോകേണ്ടത്, അത് കാണാനുള്ള ഇതെനിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അടിച്ചത്. അതോടുകൂടി ഞാൻ പിന്നെ വലിച്ചിട്ടില്ല. ദുബൈയിലെത്തുമ്പോൾ ഒക്കെ അന്നൊക്കെ പിന്നെ സിഗരറ്റ് ആവശ്യം പോലാണ്, കുടിക്കാനും തിന്നാനും എല്ലാം സൗകര്യം ഉണ്ട്. അന്നും ഞാൻ ആൾക്കാരോട് ഞാനിത് ഉപയോഗിക്കില്ല. അപ്പം ആൾക്കാർ പറഞ്ഞു, ആദ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കും, പിന്നെ കുറേ കഴിയുമ്പോൾ ഇതൊക്കെ മാറും. അയാളൊരു 5-6 വർഷം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഞാനും പഴയ ജമാലുദ്ദീൻ തന്നെ അല്ലേ? ഞാൻ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു, നിങ്ങൾക്കൊരു വ്യത്യാസവും ആ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മനുഷ്യന്മാർക്ക്, ആൾക്കാർക്ക് പ്രിൻസിപ്പിൾ വേണം ഇൻ ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഗെയിൻ ഞാൻ പറയുകയാണ്, എ മാൻ വിത്തൗട്ട് പ്രിൻസിപ്പിൾ
ഈസ് എ ഷിപ്പ് വിത്തൗട്ട് എ ക്യാപ്റ്റൻ. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എനിക്ക് ഒരുപാട് നന്മ കിട്ടിയിട്ടുള്ള നാടാണ്. അതുപോലെ തന്നെ എനിക്കും അങ്ങനെ മറ്റുള്ളവർക്കും ഒരുപാട് കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാടിനെയും നാട്ടാരെയും ഇവിടുത്തെ ഭരണാധികാരികളെയും ഒന്നും എനിക്ക് മറക്കാനൊക്കില്ല. ജീവിച്ചിരിക്കുന്നവരെ അതൊക്കെ ഓർക്കാനുള്ള അനുഭവങ്ങളാണ്. എന്താണ്, സുന്ദരമായ ഓർമ്മകളാണ് അതെല്ലാം. അതുകൊണ്ട് ഈ പ്രവാസം എനിക്ക് ഒരിക്കലും മറക്കാൻ ഒക്കില്ല എൻ്റെ ജീവിതത്തിൽ.